കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ് ഓണം. ഇത് വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ്. മഹാബലിയുടെ സത്ഭരണത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത്. ലോകത്ത് മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും ജാതി മതഭേദമന്യേ ഈ ഉത്സവം ആഘോഷിക്കപ്പെടുന്നു. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. പുരാണങ്ങളിൽ പറയുന്നത് ദശാവതാരത്തിൽ വാമനാവതാരവും ഓണവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ്. അന്ന് നാട് ഭരിച്ചിരുന്നത് മഹാബലി തമ്പുരാനായിരുന്നു. ആ ഭരണകാലം സമ്പൽ സമൃദ്ധമായിരുന്നു. ആർക്കും പരാതികളൊന്നും ഇല്ലാതിരുന്ന കാലം. ഒരു ദിവസം മഹാവിഷ്ണു വാമനാവതാരത്തിൽ വന്ന് 3 അടി മണ്ണ് ചോദിച്ചു. വാമനാവതാരം എന്ന് വെച്ചാൽ നമുക്കറിയാം, കുള്ളനായിട്ടാണ് കക്ഷി വന്നത്. മഹാബലി ആണെങ്കിലോ ആരെന്ത് ചോദിച്ചാലും അങ്ങ് എടുത്തു കൊടുക്കുകയും ചെയ്യും. ഉടൻ തന്നെ മഹാബലി പറഞ്ഞു, 3 അടി മണ്ണല്ലേ, എടുത്തോളൂ എന്ന് പറഞ്ഞു. തൽക്ഷണം മഹാവിഷ്ണു വിശ്വരൂപം പ്രാപിച്ചു. അതായത് കുള്ളനായ രൂപത്തിൽ നിന്ന് 3 മടങ്ങ് വലുതായി. ആദ്യത്തെ കാലടിയിൽ ഭൂമി മുഴുവൻ അളന്നു തീർന്നു. രണ്ടാമത്തെ കാലടിയിൽ ആകാശവും. 3-ാമത്തെ കാലടി എവിടെ വെക്കണമെന്ന് മഹാബലി തമ്പുരാനോട് ചോദിച്ചു. മഹാബലി തന്റെ മുന്നിൽ നിൽക്കുന്നത് മഹാവിഷ്ണു എന്ന് മനസ്സിലാക്കി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. കൂടെ ഒരു വരവും ചോദിച്ചു. എല്ലാ വർഷവും തന്റെ പ്രിയ പ്രജകളെ കാണാൻ വരാൻ ഒരു അനുവാദം. അങ്ങനെ എല്ലാ വർഷവും മഹാബലി തന്റെ ജനങ്ങളെ കാണാൻ വരുന്ന ദിവസമാണ് ഓണം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകളിൽ നിറവും സൗരഭ്യവും ഒത്ത് മഹാബലിയെ വരവേൽക്കുന്ന ചടങ്ങാണ് പൂക്കളം ഒരുക്കൽ. അത്തം മുതൽ 10 ദിവസമാണ് പൂക്കളം ഒരുക്കുക. പകിട്ടാർന്ന പൂക്കളങ്ങളും പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളും മിഴിവേകുന്ന ഈ ചിങ്ങപ്പുലരിയിൽ കൊച്ചു കൊച്ചു പിണക്കങ്ങളും അതിലേറെ ഇണക്കങ്ങളുമായ ആ പഴയ കാലത്തെ നമുക്ക് ഒരുമിച്ച് ഓർത്തെടുക്കാം. ഏവർക്കും മീഡിയ വില്ലേജ് ടെലിവിഷന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.